അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഞങ്ങൾ ഈ സമയത്ത് വന്നു നിൽക്കുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിൽ 25 നബിമാരുടെ പേര് മാത്രമേ പരാമർശിച്ചിട്ടുള്ളൂ എങ്കിലും 1,24,000-ഓളം വരുന്ന പ്രവാചകന്മാർ പരിശുദ്ധമായ ദീനി ദഅവത്തിന് വേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളതാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൻ്റെ വിശ്വാസം. അങ്ങനെയാണ് നമുക്ക് കാണാൻ സാധിക്കുക. അതിൽ തന്നെ 1,00,000-ഓളം പ്രവാചകന്മാർ ബനു ഇസ്രായേൽ സമുദായത്തിൽ വന്നിട്ടുണ്ടല്ലോ. എന്നാൽ പരിശുദ്ധമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരുടെ ദീന് പരിചയപ്പെടുത്തുമ്പോൾ തന്നെ മുൻകാലങ്ങളിൽ വന്നുപോയ എല്ലാ പ്രവാചകന്മാരെയും അംഗീകരിക്കുക എന്നുള്ളത് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. അതനുസരിച്ച് ഒമാനിലെ സലാലയിൽ അതിൻ്റെ പ്രധാനപ്പെട്ട മധ്യഭാഗത്ത് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ബിൽഡിങ്ങിനകത്ത്, ഒരു കെട്ടിടത്തിനകത്ത് ലൊരീഹു ഇമ്രാനുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന പേരിൽ കൃത്യമായി രേഖപ്പെടുത്തി വെച്ച് ഇമ്രാൻ നബി അലൈഹിസ്സലാമിൻ്റെ ഖബറിനെ പരിചയപ്പെടുത്തുന്നുണ്ട്. അതവിടെ മനോഹരമായി നമുക്ക് സിയാറത്ത് ചെയ്യാൻ ഉതകുന്ന വിധം ഇവിടുത്തെ ഔഖാഫ് തന്നെ എല്ലാവിധ സംവിധാനങ്ങളോടും കൂടി നിലനിർത്തിയിട്ടുണ്ട്. ആദ്യമായി ഇതിൻ്റെ ഒരു പഴയകാല ഫോട്ടോ നമുക്ക് പരിചയപ്പെടാം. 1960 എടുത്ത, അതായത് 65 വർഷങ്ങൾക്ക് മുമ്പ് എടുത്ത ഒരു ഫോട്ടോ നമുക്കിവിടെ കാണാം. അന്ന് തന്നെ ഇത് ഇത്രമേൽ നീളമുള്ള ഒരു ഖബറാണ്. വ്യക്തിക്ക് അത്ര തന്നെ നീളമുണ്ടായിക്കൊള്ളണമെന്നില്ല. എന്നിരുന്നാലും ഈ കൃത്യമായി എവിടെയാണെന്ന് ബോധ്യപ്പെടാത്തത് കൊണ്ടായിരിക്കാം ഇതിന് അല്പം നീളം കൂടുതലാക്കി രേഖപ്പെടുത്തിയിട്ടുള്ളത്, അല്ലെങ്കിൽ അങ്ങനെ മഖ്ബറയായി നിശ്ചയിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായിരുന്നാലും ബഹുമാനപ്പെട്ട ഇമ്രാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ മറവ് ചെയ്തിട്ടുള്ള അവരുടെ മഖ്ബറയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഒരൽപ്പം നീളം കൂടുതലാണ് സാധാരണഗതിയേക്കാൾ അപ്പുറം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ നിങ്ങൾക്കൊക്കെ വന്നു ചേരാൻ, നമുക്ക് എല്ലാവർക്കും എത്തിച്ചേരാൻ അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ഒരുപാട് ആസാറുകൾ, ഒരുപാട് പരിശുദ്ധമായ ഖുർആനിൻ്റെ ആയത്തുകളും മറ്റുമൊക്കെയായി ഇവിടെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പുറത്തും തന്നെ വളരെ കൃത്യമായി ലരീഹു ഇമ്രാൻ എന്ന് വളരെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ വിജയികളിൽ പെടുത്തട്ടെ.